നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രത്യേക പോലീസ് സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ കൃത്യമായി പല പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും അവരെ വീടുകളിൽ പരിശോധന നടത്തുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷണം വളരെ ഭംഗിയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് എവിടെയോ നിന്നുള്ള അജ്ഞാത കരങ്ങളുടെ ഇടപെടൽ കാരണം അന്വേഷണം പിന്നീട് അങ്ങോട്ട് വഴിമുട്ടി നിൽക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതുമാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സർക്കാരിൽ നിന്ന് വലിയ തോതിലുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടായതായിരിക്കാം അല്പം ഒന്ന് പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഹൈക്കോടതി അതിശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വിമർശിച്ചിരിക്കുന്നത്. അവർ ചില പ്രസക്തമായ ചില ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിന് അവർ സമാധാനം പറയേണ്ടി വരും എന്നുള്ളതും ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അന്വേഷണത്തിൽ വിവേചനം കാട്ടരുത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കോടതിയുടെ കർശന നിർദ്ദേശങ്ങളിലൊന്ന്. മാത്രമല്ല, ഇതിലെ പ്രധാന പ്രതികളെ പലരെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, ഇതിലെ വമ്പൻ സ്രാവുകൾ ആരാണെന്ന് വെച്ചാൽ അവരെയൊക്കെ തന്നെ പിടികൂടണം. അവരെ ആരെയും ഇനി പിടികൂടിയിട്ടില്ല എന്നുള്ള കാര്യവും ഹൈക്കോടതി പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഇവരൊക്കെ ആരാണെന്നുള്ള പറഞ്ഞതിന് ഹൈക്കോടതി പ്രസക്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ഒപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ചോദ്യവും ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അന്വേഷണ സംഘം കുറ്റവാളികളെ സംരക്ഷിക്കുകയാണോ എന്നുള്ള സംശയം പോലും ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഇന്ന് മറ്റൊരു അടി കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അത് EDക്ക് ഈ സംഭവം അന്വേഷിക്കുന്നതിനാവശ്യമായ എല്ലാ വസ്തുതകളും, അവരുടെ കൈവശമുള്ള തെളിവുകളും രേഖകളും എല്ലാം കൈമാറണമെന്ന് കൊല്ലത്തെ വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ആരുടെയോ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയാണോ എന്ന് സ്വാഭാവികമായും ആരും സംശയിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെയാണ് ഹൈക്കോടതി ശക്തമായ ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി കർശന നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഇതേവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം. അതെന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളതിന് അവർക്ക് മറുപടിയില്ല. മാത്രമല്ല, ഈ അന്വേഷണം വളരെ കുറച്ച് ആളുകൾ മാത്രം ഒതുക്കി ഇതങ്ങ് അവസാനിപ്പിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് എന്നുള്ള സംശയവും വ്യാപകമായി ഉയർന്നിരുന്നു. അത്തരത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ വിമർശനമായ രംഗത്തെത്തിയിരുന്നു. എന്താണ് സംഭവിച്ചത്? പ്രത്യേക അന്വേഷണ സംഘത്തിന് എവിടെയാണ്, ആരാണ് തടഞ്ഞു വെച്ചത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അതായത് ഹൈക്കോടതി ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം നടത്തിയ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിനെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അവർ പഴയ പല്ലവി തന്നെയാണ് ആവർത്തിക്കാൻ പരിപാടി ഇടുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കേരള സർക്കാരിനും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കേസിലെ പ്രതികളെല്ലാം ഇപ്പോൾ ഞങ്ങൾ പിടികൂടിക്കളയും എന്ന് പറഞ്ഞിട്ട് 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലും ഏതാനും ചില മുൻ ഉദ്യോഗസ്ഥന്മാരിലും മാത്രം ഇത് ഒതുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയമാകുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ അവർ പിന്നെ ചെയ്തത് ഇതിൻ്റെ അന്വേഷണം മന്ദഗതിയിലാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇതിലിടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള 100% ഉറപ്പാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ഇത്രയും രൂക്ഷമായ രീതിയിൽ അന്വേഷണ സംഘത്തെ വിമർശിച്ചിരിക്കുന്നത്. ചില പ്രതികളിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി ഈ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ വിമർശനം അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ അതല്ല, സർക്കാരിൻ്റെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് അന്വേഷണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു മന്ദഗതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എങ്കിൽ ഹൈക്കോടതി വീണ്ടും ഇടപെടും. ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ തേച്ച് മാച്ച് കളയുമായിരുന്നു ഈ സർക്കാർ എന്നുള്ളത് ഉറപ്പാണ്. കാരണം CPMൻ്റെ പ്രമുഖരായ നേതാക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരുമാണ് ഈ കേസിൽ പ്രതികളായിരിക്കുന്നതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് കൃത്യമായി തന്നെ മറുപടിയും വിശദീകരണവും അതുപോലെ മേൽ നടപടികളും അന്വേഷണ സംഘം സ്വീകരിക്കേണ്ടി വരും. ഇതല്ലെങ്കിൽ അവർ ശരിക്കും കോടതിക്ക് മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരും ഒരിക്കൽ കൂടെ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.